മുഖം. നമ്മുടെ നാട്ടിൽ വൃക്ക രോഗികളുടെ എണ്ണം കൂടി വരുന്നു. അത് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഡയാലിസിസ് അതിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. വൃക്ക മാറ്റിവെക്കേണ്ട അതിന് തന്നെ വലിയൊരു ക്യൂ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു തരത്തിൽ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഈ വൃക്ക രോഗം വരുന്നത് നമുക്ക് തടയാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില അലംഭാവമാണ് പലപ്പോഴും ഇത് വൃക്ക രോഗത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്. ഇതിലിപ്പോൾ പ്രമേഹ രോഗികളുടെ എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. വളരെ നേരത്തെ തന്നെ പ്രമേഹം കണ്ടുപിടിക്കാനും അതിന് നിയന്ത്രിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പ്രമേഹ രോഗത്തെ ചികിത്സിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഇന്ന് നാം കാണുന്ന അതല്ല. പലപ്പോഴും നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഈ പ്രമേഹം തുടക്കം മുതലേ അല്പം പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ നിയന്ത്രിക്കാതെയൊക്കെ മുന്നോട്ട് പോയി ഗുരുതരമായ അവസ്ഥയിൽ, അതായത് വൃക്ക പരാജയത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വൃക്ക രോഗങ്ങളുടെ ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്ക് എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. വൃക്ക രോഗികളുടെ എണ്ണം കൂടുന്നതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഇതിൻ്റെ ഒരു ഊന്നൽ കൊടുക്കുന്ന പ്രമേയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥയും നമുക്ക് എങ്ങനെയൊക്കെ വൃക്കരോഗം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കാം. ഈ വർഷത്തെ പ്രമേയം എന്താണ് 2025? 2025 വരുമ്പോൾ ഒരു ചോദ്യമാണ് ഇത്തവണ നമ്മൾ പ്രമേയമായി ഉദ്ദേശിക്കുന്നത്. ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നാണ് നമ്മുടെ ഇത്തവണത്തെ തീം. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ മുന്നോട്ട് ഇടുകയാണ്, ആർ യുവർ കിഡ്നീസ് ഓക്കെ എന്ന്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളെ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം എന്തിനെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ കിഡ്നി ഹെൽത്തിനെ പറ്റി അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നല്ല അറിവുണ്ടായിരിക്കണം അതിനെപ്പറ്റി എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പലരും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കിഡ്നി രോഗികളെ, വൃക്ക രോഗികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള 10 പേരെ പരിശോധിക്കുകയാണെങ്കിൽ 9 പേർക്കും ഡയബറ്റിസ് കാരണം ഉണ്ടായിരിക്കുന്ന കിഡ്നിയുടെ അസുഖമായിരിക്കും. അതില്ലാതെ വരുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ പാരമ്പര്യമായ കാരണങ്ങൾ ഉണ്ടാവാം, ഒരു 15 വയസ്സ് സമയത്തൊക്കെ തുടങ്ങിയിട്ടുള്ള അസുഖമായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഈ അസുഖങ്ങൾ രണ്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 30 വയസ്സിൽ കിഡ്നി രോഗിയായി അഡ്മിറ്റ് ആയിരിക്കുന്ന ഡയബറ്റിസ് ഇല്ലാത്ത വ്യക്തിയെ നോക്കുകയാണെങ്കിലും 15 വയസ്സിൽ അയാളുടെ യൂറിൻ സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം തീർച്ചയാണ്. അതിന് പ്രശ്നങ്ങൾ കാണും, ഉറപ്പായും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ തിരിച്ച് ഇന്ന് 55 വയസ്സായി ഡയബറ്റിസ് ആയി കിഡ്നി അസുഖം മൂർച്ഛിച്ച് ഡയാലിസിസിൽ എത്തി നിൽക്കുന്ന രോഗിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുടെയും 45 വയസ്സിലെ യൂറിൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എന്തായാലും തീർച്ചയായും അബ്നോർമൽ ആയിരിക്കും. അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും യൂറിയൻ ക്രിയാറ്റിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ യൂറിയൻ ക്രിയാറ്റിനും കൂടുന്നതിന് ഒത്തിരി മുന്നേ യൂറിനിൽ അതിന്റെ ചേഞ്ചസ് വന്നു തുടങ്ങും. കിഡ്നി ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് തിരിച്ചുള്ള ഉത്തരം എന്റെ യൂറിൻ അനാലിസിസ് നോർമൽ ആണെന്നുള്ളതാണ്. അപ്പോൾ കിഡ്നി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ലാബിൽ ചെയ്യുന്നതിനകത്ത് യൂറിയൻ ക്രിയാറ്റിനും മാത്രം പോരാ, യൂറിനും നമ്മൾ ചെക്ക് ചെയ്യണം. അൾട്രാസൗണ്ട് എടുത്ത് സ്കാൻ വെച്ച് നോക്കി കിഡ്നി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ സ്കാനിൽ കിഡ്നി നോർമൽ ആവുകയും യൂറിൻ നോർമൽ ആവുകയും യൂറിയൻ ക്രിയാറ്റിൻ നോർമൽ ആവുന്ന ഒരാളാണ് നമ്മൾ നോർമൽ കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും മാൻഡേറ്ററിലി ചെയ്ത് നോക്കണം, എന്തായാലും തീർച്ചയായും ചെയ്തു നോക്കണം എന്ന് പറയാൻ കാര്യം, ഈ ചേഞ്ചസ് ഒന്നും തന്നെ ഒരു ദിവസം കൊണ്ട് വരുന്നില്ല, പെട്ടെന്ന് വർഷങ്ങൾ കൊണ്ടേ വരുന്നുള്ളൂ. പെട്ടെന്നുണ്ടാവുന്ന കിഡ്നിയുടെ ഫെയിലിയർ വളരെയധികം പേഷ്യന്റിനെ ദുരിതത്തിലാക്കുന്നതുകൊണ്ട് തന്നെ അവരെ ആരും പറയാതെ തന്നെ ഹോസ്പിറ്റലിൽ വരും. അതിന് തീർച്ചയായും ഒരു കാരണവും ഉണ്ടാവും. അതൊന്നെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിച്ചതാവാം, അല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടാവാം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചതാവാം. ഇങ്ങനെയൊക്കെ വളരെ ചുരുക്കം കാരണങ്ങളെ അതിനുള്ളൂ. പെട്ടെന്ന് വൃക്ക പരാജയപ്പെടുന്നതിന് ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% റിക്കവറിയും 100% തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ എലിപ്പനി വന്നിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്, പിന്നെ പാമ്പ് കടിച്ചിട്ടൊക്കെ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവരിൽ 99% ആൾക്കാരും തിരിച്ച് നോർമൽ വൃക്ക ഫംഗ്ഷനിലേക്ക് നോർമൽ തിരിച്ചു വരുന്നുണ്ട്. അതായത് വൃക്ക പരാജയം ആദ്യം കാണിക്കുമെങ്കിലും അത് നമുക്ക് തിരിച്ചു വരാൻ സാധാരണ രീതിയിൽ വൃക്ക പ്രവർത്തിക്കും. നമ്മൾ എപ്പോഴും പിന്നോക്കമായി പോകുന്നതും നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന പെർമനന്റ് ആയിട്ട് കിഡ്നി ഡാമേജ് ആവുന്ന സ്ഥിതിവിശേഷത്തിലാണ്. ആ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിൽ തിരിച്ചുവരവില്ല. എന്താന്ന് വെച്ചാൽ ഒരു 10 സെന്റിമീറ്റർ 11 സെന്റിമീറ്റർ ഉള്ള കിഡ്നി 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ചുരുങ്ങുന്ന കിഡ്നിയെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. അത് നമ്മൾ ഒരു വലിയ തേങ്ങ വെള്ള
ഏലക്കയായി മാറിയാൽ അത് തിരിച്ച് തേങ്ങയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരാണ്. അതൊരിക്കലും സാധിക്കില്ല. പക്ഷേ ഇതിന്റെ ഘടന മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ പതുക്കെയാണ് ഇതിന്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിത് അറിയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യുക അല്ലാതെ ആരെ കൊണ്ടും ഇത് അറിയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇതിന്റെ പ്രവർത്തനം കുറഞ്ഞ് ഒരു കാലയളവിന് ശേഷം ക്രിയാറ്റിനിൻ കൂടിക്കഴിയുമ്പോഴാണ് പലരും ഇത് തിരിച്ചറിയുന്നത് തന്നെ. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു 60-70% മേലെ കിഡ്നി ഡാമേജ് ആയിരിക്കും. അതിന്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞു. അത് പലരും ആ സമയത്ത് അറിയുന്നില്ല. നമ്മളിപ്പോൾ ക്രിയാറ്റിനിൻ 2 എന്ന് പറയുന്നു. ക്രിയാറ്റിനിൻ 1 വരെ നോർമലാണ് ആവറേജിൽ. പിന്നെ ഓരോരുത്തർ ഹൈറ്റ്, വെയിറ്റ്, ആണാണോ പെണ്ണാണോ ഇതിനനുസരിച്ചൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ആവറേജിൽ പറയുന്നു 1.5 വരെ പോലും പോട്ടെ നോർമൽ എന്ന് ഞാൻ പറയുന്നു. പെർമനന്റ് കിഡ്നി ഡാമേജ് വന്ന് ഈ ക്രിയാറ്റിനിൻ 2 കാണുമ്പോൾ ഏകദേശം 50% കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ 1.5 2 തമ്മിൽ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ എന്ത് വ്യത്യാസമുണ്ട്? 0.5 വ്യത്യാസം. പക്ഷെ ഇത് തമ്മിൽ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ പ്രവർത്തനത്തിൽ ഒരു 30% ഭയങ്കര വലിയ വ്യത്യാസം. ഇപ്പൊ ഡോക്ടർ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ വൃക്കയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ വൃക്ക 100% പ്രവർത്തിക്കേണ്ട, ഒരു 20% പ്രവർത്തിച്ചാൽ മതി നമ്മുടെ ശരീരത്തിൽ. അത് എത്രത്തോളം ശരിയാണ്? അത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഇപ്പൊ വൃക്ക പ്രവർത്തിക്കുന്നത് പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള വെള്ളം പോവാൻ. 2, വേസ്റ്റുകൾ പോവാൻ. 3, വൃക്ക ഉണ്ടാക്കുന്ന പലതരം ഹോർമോൺസ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ 20% വർക്ക് ചെയ്യുന്ന കിഡ്നി വെച്ചും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ ആ 20% വർക്ക് ചെയ്യുന്ന കിഡ്നി കൊണ്ട് മരിച്ചു പോകില്ല. ജീവിക്കുന്നതെന്ന് വെച്ചാൽ 1 ലിറ്റർ യൂറിൻ വരും, ഒരു ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ യൂറിൻ വരും, കുറേയൊക്കെ വേസ്റ്റുകൾ പോകും. പക്ഷേ ഈ ബാക്കി വരുന്ന വെള്ളവും ബാക്കി വരുന്ന വേസ്റ്റും കാരണം നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാവും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. വെള്ളം വരുന്നത് കൊണ്ട് നമുക്ക് നീര് വരും. നീര് വരുന്നത് ഒരു പരിധി വരെ മരുന്നൊക്കെ വെച്ച് ഒരാൾക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ വേസ്റ്റുകൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതിലൂടെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത രീതികൾ മാറിപ്പോകുന്നത്. കളറ് തൊട്ട് നമുക്ക് ഒരാളെ കണ്ടാൽ അറിയാം. ഒരാൾ നോർമലി എന്ത് നിറമാണോ ആ നിറത്തിൽ നിന്നൊരു ടാൻ വരും, അല്ലെങ്കിൽ കറുപ്പ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സംസാരിക്കുമ്പോൾ പോലും ആ ടോക്സിൻസിന്റെ നമുക്ക് ആ ബ്രെത്തിൽ അത് കിട്ടും. അവരുടെ കൂടെ സംസാരിച്ച ശ്വാസത്തിൽ നമുക്കത് മനസ്സിലാവും. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോക്സിൻസ് വയറിലാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ അതോടെ തന്നെ വിശപ്പെന്ന് പറയുന്നത് ഇല്ലാണ്ടാവും. അവർക്ക് അതുപോലെ തന്നെ എല്ലാം ഗ്യാസ് ആയിരിക്കും എന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷെ ആക്ച്വലി വേസ്റ്റുകൾ തികട്ടി മേലോട്ട് വരുന്നതാണ്. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറയാം, പലരും പറയുന്ന ഒരു കാര്യം എന്താണ്, 20% പ്രവർത്തിച്ചാൽ മതി, 20% പ്രവർത്തിച്ചാൽ ജീവിക്കാം. പക്ഷേ ഈ പറഞ്ഞ ആലോചിക്കുകയാണെങ്കിൽ 20% ലങ്സോ 20% ഹാർട്ട് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ ജീവിതം ദുഷ്കരമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 20%-ന് 20% നിർത്താൻ ആർക്കും പറ്റില്ല. 20 നാളെ 19 ആവും, 18 ആവും, അത് 0 വരെ എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ 20 വെച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ പോസിബിൾ അല്ല. പലരും ആ ഒരു ചിന്താഗതിയിൽ വേറെ ഒരു മുൻകരുതലും അല്ലെങ്കിൽ വൃക്കയെ പരിചരിക്കാതെ പോകുന്നവരുണ്ട്, ചികിത്സിക്കാതെ പോകുന്നവരുണ്ട്. ഇവിടെ നമുക്ക് സങ്കടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഡയബറ്റീസ് കാരണമുള്ള കിഡ്നിയുടെ അസുഖത്തെ 5 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4ാമത്തെ സ്റ്റേജിലാണ് ശരിക്കും യൂറിയൻ ക്രിയാറ്റിനും കൂടുന്നത്. അപ്പോൾ ഒരാൾ യൂറിയൻ ക്രിയാറ്റിനും കൂടി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ വിചാരിക്കുന്നത് എനിക്ക് തുടക്കത്തിൽ ഞാൻ കണ്ടുപിടിച്ചു എന്നാണ്. പക്ഷെ അപ്പോഴത്തേക്കും 4th സ്റ്റേജ് ആയി. 5th സ്റ്റേജ് എന്ന് പറയുന്നത് എൻ സ്റ്റേജ് ആണ്, പൂർണ്ണ പരാജയമാണ്. അപ്പൊ പിന്നെ 4th സ്റ്റേജ് കണ്ടുപിടിച്ചാൽ ശരിയാക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ ആ ഒരു ഘടന മാറിപ്പോയി. അപ്പൊ ആ സാധനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്റ്റേജിൽ കണ്ടുപിടിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടുപിടിച്ചാൽ സപ്പോർട്ടീവ് കെയർ നന്നായി കൊടുക്കാം എന്നുള്ളത്, സഹായക ചികിത്സ കൊടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ശരീരത്തിൽ രക്തം ഉണ്ടാവുന്നതിന് വേണ്ട ഒരു ദ്രാവകമാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. അത് കിഡ്നിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെ രക്തക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. അനീമിയ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. രക്തക്കുറവിലൂടെ തന്നെ ആ രോഗിക്ക് ജോലിക്ക് പോകാൻ വയ്യ, ക്ഷീണം, കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വളരെ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. വെറുതെ എഴുന്നേറ്റ് നിന്ന് തലചുറ്റുന്ന അവസ്ഥ പല പല രീതിയിലുണ്ട്. അപ്പൊ അതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ ബോൺസ് വീക്ക് ആവുന്നത്, വല്ലാത്ത രീതിയിൽ വീക്കാവും. അതുകൊണ്ട് തന്നെ ചെറിയ തട്ടൽ എല്ല് പൊട്ടുന്ന, ചെറുതായിട്ടൊന്ന് പോലെയുള്ള അവസ്ഥകൾ, ഭയങ്കരമായിട്ടുള്ള അവസ്ഥകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സപ്പോർട്ടീവ് കെയർ അല്ലെങ്കിൽ കൂടെയുള്ള സഹായ ചികിത്സകൾ കൊടുത്തൊരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തി അവസാനം ഇങ്ങനെ ക്രിയാറ്റിനിൻ നോക്കി ലാസ്റ്റ് ഇത്രയാവുമ്പോൾ ഞാൻ ഡയാലിസിസ് എടുക്കും എന്ന് പറഞ്ഞു പോകുന്നതിലൂടെ അത്രയും നാളത്തെ ആളുടെ ജീവിതം വളരെ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പൊ ഇവിടെ ആണ് നമ്മൾ ഇതിന്റെ ഒരു പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ വൃക്ക രോഗത്തിലേക്ക് നയിക്കപ്പെടുന്ന രോഗമായ പ്രധാനമായിട്ടുള്ള ഈ പ്രമേഹം, അതിൽ BP കൂടുക എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് നമുക്ക് എങ്ങനെ, ഒരാൾക്ക് ഇപ്പം BP ഉണ്ട് അല്ലെങ്കിൽ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അടുത്തൊരു രോഗാവസ്ഥ, അതായത് വൃക്കയെ ബാധിക്കാതിരിക്കണമെങ്കിൽ അയാൾ എന്തൊക്കെയാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്? ഈ പരിശോധനകളുടെ കാര്യവും ഇപ്പൊ നമ്മള് പ്രമേഹവും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP കൂടിയ അവസ്ഥയും കിഡ്നി ഡിസീസിന്റെ റിസ്ക് ആണെന്ന് പറയുമ്പോഴും BP ഒരാൾക്കുള്ളത് കൊണ്ട് കിഡ്നി ഡിസീസ് വരില്ല. പക്ഷെ BP വന്നത്
കിഡ്നി ഡിസീസ് കൊണ്ടാണോ ഇല്ലേ എന്നത് തിരിച്ചറിയാന്നുള്ളതാണ്. 2 100 പേർക്ക് BP ഉണ്ടെങ്കിൽ 95 പേർക്കും അത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. 50-60 വയസ്സിന് മേലെ ജീവിച്ചിരുന്നാലും അവർക്ക് കുറച്ച് BP എന്തായാലും ഉണ്ടാവും. അതൊരിക്കലും കിഡ്നി ഡിസീസുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. പക്ഷെ ചെറുപ്പകാലത്ത് വരുന്ന BP പലപ്പോഴും വേറൊരു അസുഖത്തിലേക്കുള്ള ഒരു നമ്മുടെ സിഗ്നൽ ആയിരിക്കാം, സൂചനയായിരിക്കും. അത് കിഡ്നിയുടെ അസുഖം മാത്രം ആവണമെന്നില്ല, പലതരം അസുഖങ്ങളിൽ സ്ട്രോക്ക് വരെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ BP ഉള്ള ഒരാൾ കിഡ്നി ഡിസീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല, ആദ്യത്തെ പ്രാവശ്യം ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ BP കണ്ടുപിടിക്കുന്നു, പക്ഷെ അപ്പം യൂറിനിൽ പ്രോട്ടീൻ ഉണ്ട്, ക്രിയാറ്റിനും കുറച്ച് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം കിഡ്നി ഡിസീസ് കൊണ്ടാണ് ഇയാൾക്ക് BP വന്നതെന്നുള്ളതാണ്. പിന്നെ കിഡ്നിയിലെ രക്തക്കുഴലിൽ അടപ്പ് വരുമ്പോഴും ആദ്യം വരുന്നത് BP കൂടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BP ഉള്ളതുകൊണ്ട് കിഡ്നി ഡിസീസ് എന്നല്ല, കിഡ്നി ഡിസീസ് ഉള്ളതുകൊണ്ട് BP ആണ്, തിരിച്ചാണ് വരുന്നത്. ഷുഗറിന്റെ കേസിൽ അങ്ങനെയല്ല. ഷുഗറിന്റെ കേസിൽ നേരെയാണ്, അതായത് ഷുഗർ വരുന്നു കിഡ്നി ഡിസീസ് വരുന്നു, അല്ലാതെ കിഡ്നി ഡിസീസ് ഉള്ളതുകൊണ്ട് ഷുഗർ വരുന്നതല്ല. പക്ഷെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഷുഗറുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ പാരമ്പര്യം വളരെ സ്ട്രോങ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും വളരെ മോശപ്പെട്ട ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ വരാൻ പ്രോണാണ്, സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള സമയത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആദ്യത്തെ 5 വർഷം ആ ഷുഗറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ള മുഴുവൻ ജീവിതകാലത്തിൽ നിങ്ങൾ അതിനെ വെച്ച് എന്ത് റിസ്ക് ആണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതായത് നമുക്ക് പ്രമേഹം ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രമേഹം ഉണ്ട്. ഇപ്പൊ HbA1c ആയാല് ഇപ്പൊ നമ്മൾ 6.4 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രമേഹ രോഗിയാണെന്ന് പറയും. അത് 5.9 to 6.4 എന്ന് പറയുന്നത് പ്രീ ഡയബറ്റീസ്, പ്രമേഹം വരാനുള്ള സാധ്യത. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് HbA1c എല്ലാം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ പറയും 25 വയസ്സ് തൊട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. 20 വയസ്സ് തൊട്ട് ചെക്ക് ചെയ്താൽ പോലും തെറ്റില്ല. അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരും. പക്ഷെ ഡയബറ്റീസ് ഒരു രോഗാവസ്ഥയല്ല. ഡയബറ്റീസ് നമ്മുടെ ബ്ലഡിൽ ഈ ബ്ലഡ് ഷുഗർ കൂടി നമ്മളത് കാണുന്നു എന്ന് മാത്രം. അത് എങ്ങനെ അവയവങ്ങളെ ബാധിപ്പിക്കാതിരിക്കാം എന്നുള്ളിടത്താണ് നമ്മളുടെ ശ്രദ്ധ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡയബറ്റീസ് ഉണ്ടായിട്ട് ഒരു അവയവവും ബാധിക്കാതെ ജീവിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ് എത്രയോ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതല്ല അതിന്റെ കണക്ക്. ഇപ്പൊ അവർക്ക് ഡയബറ്റീസ് ഉണ്ടെന്നും പറഞ്ഞ് ഒന്നും ആയിട്ടില്ല. ഡയബറ്റീസ് ഹാർട്ടിനെയും രക്തക്കുഴലിനെയും കണ്ണിനെയും കിഡ്നിനെയും എല്ലാം കംപ്ലീറ്റ് കാന്ന് തിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് രോഗാവസ്ഥയായി മാറുന്നത്. അതായത് ശരിക്കും അത് ഒരു രോഗകാരണമാവുന്നത്. ഇപ്പൊ ഡയബറ്റീസ് വരുന്ന സമയം തൊട്ട് കറക്റ്റായിട്ട് HbA1c നോക്കി ഒരു മൂത്രം കറക്റ്റായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രോട്ടീൻ വരുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ റിസ്കിലല്ല. പക്ഷെ അങ്ങനെയുള്ളവരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയത് ഒരു 60 വയസ്സിന് ശേഷമുള്ളവർക്ക് എത്രത്തോളം അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയും ശുഷ്കാന്തിയും ഉണ്ടോ അതിന്റെ പകുതി പോലും അതിന്റെ താഴെയുള്ള ആൾക്കാർക്കില്ല. ഇല്ല, അവരാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യുന്നതിലാണ് ശുഷ്കാന്തി. ജോലി ചെയ്യുക, സമ്പാദിക്കുക, വീട് വെക്കുക, വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നുള്ള സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ബോധമില്ല. അവരൊരു പക്ഷെ വിചാരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നാണ്. അവിടെയാണ് പ്രശ്നം. സാധാരണ അസുഖങ്ങളിൽ നമുക്ക് വയ്യാണ്ടാവും. ഒരാൾക്ക് ഒരു ബ്ലഡ് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്ക് വയ്യാണ്ട്, ആൾ വിചാരിച്ചാലും അയാൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. ഒരു ഡെങ്കു ഫീവർ വന്നാൽ പോലും നമ്മൾ 5 ദിവസം നമുക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. പക്ഷെ അവിടെയാണ് ഈ കിഡ്നി ഡിസീസിന്റെ പ്രത്യേകത. കിഡ്നി ഡിസീസ് ആരും അറിയില്ല, പ്രമേഹ രോഗികൾ പ്രത്യേകിച്ചും ആരും അറിയില്ല. കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് ഒരു വ്യക്തി അറിയുന്നത് പലപ്പോഴും അയാൾക്കൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. എന്ന് വെച്ചാൽ അയാൾ വിചാരിക്കുന്നത് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങപ്പോൾ നമ്മൾ അറിയൂലേ എന്നുള്ളതാണ്. ഒന്നും അറിയില്ല. നിങ്ങൾ ശ്രദ്ധാലുവാണെങ്കിൽ നിങ്ങൾ മൂത്രം പാസ് ചെയ്യുമ്പോൾ മൂത്രം ഭയങ്കര പതഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ചിലര് ശ്രദ്ധിക്കാം. അതുപോലും പലരും അറിയില്ല, പലരും അറിയാം. അപ്പം പലപ്പോഴും ഈ നീരൊക്കെ വന്നെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് ആണ്. അതായത് വൃക്കയുടെ പരാജയം സമ്പൂർണ്ണം എന്ന് പറയുന്നത്. ബിക്കോസ് 15 ml/min താഴെ വരുമ്പോഴാണ് നമ്മൾ G5 അല്ലെങ്കിൽ എൻ സ്റ്റേജ് എന്ന് പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ആ 15-നകത്ത് 0 ഉള്ള ആളും 5 തന്നെയാണ്, 14 ഉള്ള ആളും 5 തന്നെയാണ്. അപ്പൊ നമ്മൾ 14 ഉള്ളപ്പോൾ അറിഞ്ഞാലും അത് നാളെ കുറച്ച് കഴിയുമ്പോൾ 0 എത്തും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 10% കിഡ്നി വർക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾ യൂറിൻ പാസ് ചെയ്യും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അറിയാത്തത്. അപ്പൊ യൂറിനൊക്കെ ഇല്ലാതെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടെർമിനലാണ്. അപ്പൊ അയാളെ അങ്ങനെയുള്ള നമ്മൾ കാണില്ല പൊതുവെ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഇതൊന്നും അറിയാതെ ഇതൊക്കെ വെച്ച് അവര് ജോലിക്ക് പോകും, അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നീട് ഒരു പോയിന്റിലാണ് അവരതൊക്കെ അറിയുന്നത്. പക്ഷേ ലിവറിന്റെ അസുഖം ആയിക്കോട്ടെ, ഹാർട്ടിന്റെ അസുഖം ആയിക്കോട്ടെ, ലങ്സിന്റെ അസുഖം ആയിക്കോട്ടെ, ഇതൊന്നും വെച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തനിയെ തന്നെ ആരും പറയാതെ തന്നെ നമ്മൾ അങ്ങ് പോകും. ഓട്ടോമാറ്റിക്കലി ആശുപത്രിയിലേക്ക് അങ്ങ് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരേ ആവശ്യമില്ല. മാക്സിമം 2 ആഴ്ചയുള്ള ആൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ആ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധിതനാവുകയാണ് പോവാൻ. അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ പൊക്കിക്കൊണ്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വീട്ടിൽ പോലും അവർക്ക് മനസ്സിലാവില്ല. ഇനി നമ്മളിപ്പോ ഒരാൾക്ക് വൃക്കരോഗമുണ്ട്, അതിന്റെ തുടക്കമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ
എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അത് കൂടുതൽ പുരോഗമിക്കാതിരിക്കാനും അയാളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കാതിരിക്കാനും? വൃക്കരോഗത്തിലെ പുരോഗമനം എന്ന് പറയുന്നത് 2 കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒന്ന് മൂത്രത്തിലെ പ്രോട്ടീനും, 2 അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്യാന്നുള്ള. ഇതിനൊരു കറക്റ്റായിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോട്ടീൻ യൂറിനിൽ പോകുന്ന തടയാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഗുളികകളുണ്ട്, അപ്പോൾ അത് കൊടുക്കും. അതേപോലെ തന്നെ ഷുഗർ HbA1c മിനിമം ഒരു 7 ആക്കി നിർത്താനായിട്ടുള്ള, പിന്നെ പ്രഷറും കൺട്രോളിൽ നിർത്താനുള്ള, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേഗത്തിൽ പോകുന്നതിനെ ഒന്ന് സ്ലോ ആക്കാൻ പറ്റും. അല്ലാതെ CKD ഒരിക്കൽ വന്ന ഒരു വ്യക്തിയെ തിരിച്ച് നോർമലാക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ആ ക്രിയാറ്റിൻ കൂടുന്ന ആ ഒരു തോതിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ട, ഇടയിൽ വെച്ച് നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ പിന്നെയും കൂടും. അപ്പോൾ നമുക്കൊരു ചെറിയ കാലിനൊരു മുറിവ് വന്നാലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ കൂടാം. അപ്പോൾ അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമ്പം നമ്മൾ എത്രത്തോളം സമയം നമുക്ക് ഡയാലിസിസിലേക്ക് എത്തിക്കുന്ന വൈകിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ എയിം. പക്ഷേ ഇന്നും പറഞ്ഞ് ഡയാലിസിസ് വേണ്ട എന്നുള്ളൊരു ചിന്താഗതി പാടില്ല. എന്തെന്ന് വെച്ചാൽ ഈ വേസ്റ്റുകളൊന്നും പോവാതെ നമ്മുടെ ജീവിതം ദുഷ്കരമാവുന്നതിനെക്കാട്ടിലും ഒത്തിരി ബെറ്ററാണ് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞും ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ രോഗികൾ നമുക്കിവിടെ കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഏത് പ്രായത്തിലാണ് അസുഖം വരുന്നത്, എന്ത് അസുഖമാണ്, എന്താണ് അതിനുള്ള പോംവഴി എന്നുള്ള. കിഡ്നി ഡിസീസിൽ 30 വയസ്സുള്ള രോഗി 50 വയസ്സുള്ള രോഗി 2ആണ്, 50 വയസ്സുള്ള രോഗി 70 വയസ്സുള്ള രോഗി 2ആണ്. ഇവരെല്ലാം കാണുന്നത് അവരുടെ വയസ്സാണ് ഇവിടെ ഏറ്റവും വലിയ ഫാക്ട്. വയസ്സിനനുസരിച്ചാണ് ചികിത്സ. അപ്പോൾ 70 വയസ്സുള്ള രോഗിക്ക് ചെയ്യുന്ന 30 വയസ്സുള്ള രോഗിക്ക് ചെയ്യില്ല, തിരിച്ചും പോസിബിൾ അല്ല. അപ്പോൾ എല്ലാം അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമേഹ രോഗിയോ അല്ലെങ്കിൽ BP അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ, പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആൾക്കാർ, അവരുടെ ആ രോഗാവസ്ഥയെ നല്ല രീതിയിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ അവരുടെ കിഡ്നി ഓക്കെ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. അതെ, പക്ഷെ അവർ തിരിച്ചറിയുന്നത് തന്നെ 5 വർഷത്തിന് ശേഷമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരത് ആദ്യകാലത്തെ തിരിച്ചറിയണം. ഇയാൾ പറയുന്നു എനിക്ക് 40 വയസ്സിൽ ഷുഗർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് തിരുത്തുണ്ട്. പുള്ളി 40 വയസ്സിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്ന് ഷുഗർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ 35 വയസ്സിലോ 30 വയസ്സിലോ തുടങ്ങിണ്ടാവും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ പുള്ളി തിരിച്ചറിഞ്ഞ സമയമല്ല അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോഴാ ഡിസ്കോർഡൻസ്, ആ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ലേ, അവിടെയാണ്. അപ്പൊ 40 വയസ്സ് തൊട്ട് ഞാൻ കറക്റ്റായി ചെയ്തല്ലോ എന്ന് പറയുമ്പോഴും ഇതിന് മുന്നേ 5-10 വർഷം പോയി എന്നുള്ളൊരു നഷ്ടപ്പെട്ടു പോയി. അതാണ്. അതുകൊണ്ടാണ് നേരത്തെ തൊട്ടേ നോക്കണം നീ പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു കൗമാരം കഴിയുമ്പോൾ തന്നെ, ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഇപ്പൊ വ്യായാമമോ അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നോക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധിതമായി യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ തന്നെ തിരുവനന്തപുരം നെഫ്രോളജി ക്ലബിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്ത് ചെക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒത്തിരി നേരത്തെ കണ്ടുപിടിക്കും. ഡയബറ്റീസ് റിലേറ്റഡ് അല്ലാത്ത പ്രശ്നങ്ങൾ. അപ്പൊ അത് പലതവണ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊരു ക്ലാരിറ്റി കിട്ടും. ഇങ്ങനെയായിരിക്കും സൂചന കിട്ടും എന്താണ് ആവാൻ പോകുന്നതെന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധാരണ ടെസ്റ്റുകൾ പോലെ തന്നെ ഇത് കുറെ കൂടി വ്യാപകമായി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഒരു കുപ്പിയിൽ ഇച്ചിരി യൂറിൻ പിടിച്ച് ലാബിൽ കൊടുക്കുക എന്നുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് ബ്ലഡ് എടുക്കുന്നതിന്റെ ഒരു വേദന പോലും ഇല്ലാത്തൊരു ടെസ്റ്റാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പക്ഷെ എന്തുകൊണ്ടോ പോപ്പുലർ അല്ല. പലർക്കും അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ ആർക്കും ഇല്ല. അതാണ് പലരുടെ അടുത്തും ചോദിച്ചു നോക്കുക, എത്ര പേര് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് പേരെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള 100 രൂപയുടെ ഒരു ടെസ്റ്റ് ചെയ്താൽ ഇത്രയും അധികം കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കിഡ്നി ഓക്കെ ആവാൻ അവരവർ തന്നെ വിചാരിക്കണം, എന്നാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ തടുക്കുക. അതാണ് ഈ വൃക്ക രോഗത്തിന്റെ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ഡോക്ടർ നൽകിയത്. ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു.